കാരുണ്യ ഇൻഷുറൻസ് തുക ലഭിക്കുന്നില്ലെന്ന് പരാതി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയക്കെത്തിയ രോഗിയാണ് ഇൻഷുറൻസ് തുക ലഭിക്കാതെ പ്രതിസന്ധിയിലായത്. തുക ലഭിച്ചില്ലെങ്കിൽ ചികിത്സ മുടങ്ങുമെന്ന സാഹചര്യമാണ് നിലവിൽ. ഫണ്ട് അനുവദിക്കുന്നതിലെ കാലതാമസമാണ് പ്രതിസന്ധിക്ക് കാരണം. നടപടിക്രമം പൂർത്തിയാക്കി ഉടൻ തുക ലഭ്യമാക്കുമെന്നാണ് അധികൃതരുടെ വിശദീകരണം. ഞാനൊരു ഹാർട്ട് പേഷ്യന്റാണ്. എനിക്ക് 8 ബ്ലോക്ക് ഉണ്ട്. ഞാൻ ഏകദേശം ഒരു 8 മാസമായിട്ട് ഒരു ചികിത്സ ഇപ്പൊ ഇതിന്റെ ഈ കാരുണ്യ പദ്ധതിയുടെ ഇതിനകത്താണ് എനിക്ക് ആദ്യം ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് ആൻജിയോഗ്രാം ചെയ്തത്. അത് കഴിഞ്ഞ് മെഡിക്കൽ കോളേജിലോട്ട് തന്നെ റെഫർ ചെയ്തു ഓപ്പറേഷന് വേണ്ടി. 3-4 ഇത്രയും ദിവസമായിട്ട് ഓപ്പറേഷൻ നടന്നില്ല. ഇന്നലെ തന്നെ ഓപ്പറേഷന് വിളിച്ചപ്പം കാരുണ്യ പദ്ധതിയുടെ കാർഡ് വർക്കിംഗ് അല്ലെന്നാണ് പറയുന്നത്. ഞാൻ വളരെ പ്രയാസത്തിലാണ്. കാര്യം എന്റെ കുടുംബം ആകെ അനാഥപ്പെട്ട് ആഹാരമില്ല, ഒരു നേരത്തെ ഒന്നുമില്ലാത്ത രീതിയിൽ ഞാൻ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഇപ്പൊ എനിക്ക് ആൻജിയോഗ്രാം ചെയ്യാൻ തന്നെ ഞാൻ 5000 നാളെ അടച്ച് ചെയ്യാന്നുള്ളതിലാണ്. എനിക്ക് ഒരു നിവൃത്തിയില്ലാത്തൊരു കണ്ടീഷനിലാണ്. അപ്പൊ ഈ 1 വർഷമായിട്ട് ജോലിയില്ല, 1 വർഷമായിട്ട് ഹാർട്ട് പേഷ്യന്റ് ആയിട്ടുള്ള ഞാൻ ഇതിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കും? ഇനി എന്റെ മുമ്പിൽ മരണം മാത്രമേ ഉള്ളൂ. ഈ ഗവൺമെന്റിനെ കൊണ്ട് ഞാൻ ഇത്രയും പൊറുതിമുട്ടി, ഇത്രയും ജനങ്ങൾ പൊറുതിമുട്ടിയത് ഒരു ഇതില്ല. സുനിഷ അയലൂർ നമുക്കൊപ്പം. സുനിഷ അയലൂർ, ആവശ്യത്തിന് കിട്ടാനുള്ളതാണ് കാരുണ്യം എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതായാൽ പോലും അയാൾക്ക് അത് ഉതകണം. നമ്മൾ കാരുണ്യത്തോടെ ചെയ്യുന്ന പ്രവൃത്തി അയാൾക്ക് പ്രയോജനപ്പെടണം. ഇവിടെ ആ പേരിൽ ഉണ്ടാക്കിയ ഇൻഷുറൻസ് പദ്ധതിയിൽ നിന്നാണ് തനിക്ക് പണം കിട്ടുന്നില്ല, താൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചുകൊണ്ട് ഒരു രോഗി നിൽക്കുന്നത്. അതൊരു രോഗിയാണെന്നുള്ള ഒരു കരുണ പോലും ഉണ്ടായില്ലേ സുനിഷ? സുജ, പ്രധാനപ്പെട്ട പ്രശ്നവും അത് തന്നെയാണ്. അതായത് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ആളുകൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ ലഭിക്കുന്ന രീതിയിലായിരുന്നു കാരുണ്യ പദ്ധതി കൊണ്ടുവന്നത്. കഴിഞ്ഞ 2 മാസം മുമ്പ് വീണ്ടും ഇതിൽ പണം 300 കോടി രൂപ ധനവകുപ്പ് അനുവദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ നിലവിൽ നമുക്ക് കാരണമായി ലഭിക്കുന്നത് ഈ സാമ്പത്തിക വർഷാരംഭം കൂടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ചില സർവർ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 1-2 ദിവസം കാലതാമസം എടുക്കുമെന്നുള്ളതാണ് അധികൃതർ പറയുന്നത്. പക്ഷേ ഈ കാലതാമസമൊക്കെ നമുക്ക് ഇങ്ങനെ പറയാൻ മാത്രമാണ് കഴിയുന്നത്. സാധാരണ രീതിയിൽ ഒരു ദിവസത്തെ ഈ ശസ്ത്രക്രിയക്കായി എത്തുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഇത്ര ദിവസം കാത്തു നിന്നാണ് ഒരു ദിവസത്തെ സമയം തന്നെ ശസ്ത്രക്രിയക്കായി കിട്ടുന്നത്. ആ സമയത്താണ് ഈ കാരുണ്യ കാർഡ് കാണിക്കുമ്പോൾ ഈ ഫണ്ട് വന്നിട്ടില്ല, കാർഡ് വർക്കിംഗ് അല്ല, ഇന്ന് വരൂ നാളെ വരൂ എന്നുള്ളൊരു മറുപടി അവർക്ക് ലഭിക്കുന്നത് എന്നതാണ്. അത് തന്നെയാണ് ഈ പരാതിക്ക് കാരണവുമായിട്ടുള്ളത്. സജി എന്നൊരാളാണ് ഇപ്പോൾ പരാതിയുമായി വന്നിട്ടുള്ളത്. ഇയാൾ ഈ ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് വന്നത്. അപ്പോഴാണ് 2 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായാണ് ഈ കാർഡ്, തനിക്ക് അനുവദിച്ചിട്ടുള്ള ഈ കാർഡ് കാണിക്കുകയും ചെയ്തത്. പക്ഷേ അതിൽ നിലവിൽ പണം ലഭ്യമല്ല എന്നുള്ളതാണ് അവർക്ക് നൽകിയിരിക്കുന്ന മറുപടി. ഉടൻ തന്നെ നാളെ വരൂ, അടുത്ത ദിവസം ഉച്ചയാകുമ്പോഴേക്കും ആക്കിത്തരാം എന്നുള്ളതാണ് മറുപടിയായി ആശുപത്രിയിൽ നിന്നും ലഭിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെ തന്നെയായിരുന്നു അവർ നമ്മളോട് ഇത് സംസാരിച്ചപ്പോൾ നമ്മൾ അധികൃതരുമായി ബന്ധപ്പെടുകയും ചെയ്തത്. അപ്പോൾ നിലവിൽ ഏതായാലും വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഉടൻ തന്നെ ഈ നടപടികളിലേക്ക് കടക്കും. ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഇത് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാലതാമസമാണ് നിലവിൽ ഈ കാരണത്തിന്, ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള കാരണം എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇയാളിൽ നിന്നും മറ്റൊരു പണം ഈടാക്കില്ല എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇതിൽ ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് അതിനനുസരിച്ച് പൂർണ്ണമായും ചികിത്സ, ഇയാളിൽ നിന്നും പണം ഈടാക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായും നൽകുമെന്നുള്ളത് തന്നെയാണ് നിലവിൽ അറിയിക്കുന്ന വിവരം. സുജയ. ഓക്കെ, സുനിഷ അയലൂരാണ് വിവരങ്ങൾ നൽകിയത്. ഇൻഷുറൻസ് തുക ലഭിക്കാത്ത പ്രതിസന്ധിയാണ് ആ രോഗി പങ്കുവച്ചത്.